ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ് ആദ്യം തന്നെ കാണിക്കുന്ന ഹരീഷിൻ്റെ കടയാണ്. ഇത് എഞ്ചിൻ ഓയിൽ എന്തായാലും മാറ്റേണ്ടി വരും. ഇപ്പം തന്നെ മാറ്റണോ? വേണ്ട, ഇപ്പം മാറ്റണ്ട, എന്തായാലും മാറ്റേണ്ടി വരും. നീതു വരുന്നു. ഹരീഷ് കാണുന്നുണ്ട്, കാണാത്ത മട്ടി നിൽക്കുന്നു. അതാ കാര്യം, ഷോ തുടങ്ങാറായി. നീതു, എന്തൊക്കെയുണ്ട് വിശേഷം? പറയാനുള്ളതല്ല, കാണിക്കാനുള്ളതാ. ഇവിടെ കരിയോയിലുണ്ടോ? എന്തിനാ ഒരാളുടെ തലയ്ക്കൊഴിക്കാനാ? ചതിക്കല്ലേ. രാഷ്ട്രീയക്കാരുടെ തലയിൽ ഒഴിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ എക്സിൻ്റെ തലയിൽ ഒഴിക്കുന്ന കണ്ടിട്ടില്ല. ജെൻസി സ്റ്റൈലാ. ഓൺലൈനിൽ വന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ മെസ്സേജ് വരുന്നില്ല. അപ്പോൾ ഒഴിക്കണ്ടായ ടിറ്റു? ഉറപ്പായിട്ടും ഒഴിക്കണം. മറുപടി കൊടുക്കൂ, ഉറപ്പായിട്ടും കാരണം പറ. ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഇപ്പം മെസ്സേജ് അയക്കണോ അല്ലേ? റിലേഷൻഷിപ്പ് ആകുമ്പോൾ ബ്രേക്കപ്പ് ഒക്കെ വരും. അതിനർത്ഥം എന്നേക്കുമായി പിരിഞ്ഞു എന്നാണോ? ടിറ്റു പറയുന്നു. അപ്പോൾ ഇനി പോകത്തില്ലല്ലേ? നിങ്ങൾക്ക് എന്നെ പറഞ്ഞു വിടണോ അല്ലേ? വേണ്ട, ഇനി ഞാൻ മിണ്ടണമെങ്കിൽ ആർക്കാ മെസ്സേജ് അയച്ചതെന്ന് പറയണം. എൻ്റെ ഫ്രണ്ടിനാ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞിട്ടു. ഏത് ഫ്രണ്ടെന്ന് ചോദിക്കിട്ടിട്ടു. എൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടു. ആഹാ, മറ്റൊരു ഫ്രണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് അടുത്ത് അടിക്കാൻ തുടങ്ങുന്നു. നീതു അടങ്ങിയിരിയടി. എന്തു പാടി? ഞാൻ വേറെ ആർക്കും അയച്ചതല്ല, നിനക്ക് തന്നെ അയച്ചതാണ്. ഉറപ്പാണല്ലോ? ശരിക്കും നിനക്ക് തന്നെ അയച്ചു തുടങ്ങിയതാ, പിന്നെ വേണ്ടാന്ന് വെച്ചു. എന്താ അന്ന് അയച്ച കാര്യം പറ. ഹരീഷ് അവരെ നോക്കുന്നു. ചന്തുവേ, നമുക്ക് ചായ കുടിക്കാൻ പോയിട്ട് വന്നാലോ? എന്നാ വാ. ഇനി പറ, എന്താ ടൈപ്പ് ചെയ്തത്? വണ്ടിക്കുണ്ടൊരു ഗിയർ, എനിക്കുണ്ടൊരു ഫയർ. രണ്ടുപേരും കൂടെ ചിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് രാത്രിയാണ്. സുധീഷ് എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? സുഭാഷ് ചേട്ടൻ തലവേദനയാന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു. നികേഷ് ഹരീഷും കൂടെ കടയിൽ പോയേക്കുക. നിധി അപ്പോഴത്തേനും ഒരു കസാര എടുത്തുകൊണ്ട് വരുന്നു. എന്തോ കാര്യമായിട്ട് കാര്യം പറയാനാന്ന് തോന്നുന്നു. ഗോപി പോലീസ് ഫോൺ ചെയ്തിരുന്നോ? ഏത് ഗോപി പോലീസ്? ആ ഗോപി പോലീസ് എന്തിനാ എന്നെ ഫോൺ ചെയ്യുന്നത്? ഇന്ന് അയാൾ എന്നെ വിളിച്ചിരുന്നോ? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പം രണ്ടാമത്തെ തവണയാണ് അയാൾ എന്നെ വിളിക്കുന്നത്. മുമ്പ് ഡിവോഴ്സിന് വേണ്ടി വക്കീലിനെ കണ്ടപ്പോൾ വിളിച്ച്, ഇപ്പം ഡിവോഴ്സിന് വേണ്ടി മൂവ് ചെയ്തപ്പോൾ വിളിച്ചു. അതാണ് നിങ്ങൾക്ക് കോള് വന്നോന്ന് ചോദിച്ചത്. എനിക്ക് കോളൊന്നും വന്നിട്ടില്ല. ഞാൻ ഒന്ന് നോക്കട്ടെ. ഇല്ല, എനിക്ക് കോളൊന്നും വന്നിട്ടില്ല. അയാൾ എന്താണെന്ന് ചോദിച്ചതെന്ന് അറിയാമോ? നിങ്ങൾ എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നത്? അത് വേണ്ടാന്ന്. ഒരു പോലീസുകാരെ ഇങ്ങനെ ഫോളോ ചെയ്യുമോ? ഇനി അതിൻ്റെ പിന്നാലെ പോയാൽ കുടുങ്ങുമല്ലോ. പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ കല്യാണം നടന്നത്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന് അന്വേഷിക്കുന്നത് ശരിയാണോ? എനിക്കെന്തോ സംശയമുണ്ട്. ദൈവമേ, കുടുങ്ങി. നമ്മൾ ഡിവോഴ്സിന് പോയ കാര്യം അവരെങ്ങനെ അറിഞ്ഞു? നിങ്ങളാണോ പറഞ്ഞത്? ഞാനെന്തിനു പറയണം? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ചീത്ത വിളിക്കൂലയോ? പിന്നെ ആരായിരിക്കും ഫോൺ ചെയ്ത് പറഞ്ഞത്? ചിലപ്പോൾ കോടതിയിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞായിരിക്കും. കോടതിയിൽ നിന്ന് അങ്ങനെ ഫോൺ ചെയ്ത് പറയത്തില്ല. എന്നാൽ വക്കീലായിരിക്കും. വക്കീലാണെന്ന് ഉറപ്പുണ്ടോ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. വക്കീലിനോട് എന്നാൽ ചോദിച്ചിട്ട് തന്നെ കാര്യം. ഈ സമയത്തോ? അത് കുഴപ്പമില്ല, അവർ ഉറങ്ങിക്കാണും. കുഴപ്പമില്ല. നിധി ഫോൺ ചെയ്യുന്നു, പക്ഷെ അവരെടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അവർ ഉറങ്ങിക്കാണുമെന്ന്. പിന്നെ അവർ തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നു. ഹലോ മാം, ഞാൻ നിധിയാണ്. പറഞ്ഞോ. ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാണ്. പറഞ്ഞോ. ഞങ്ങളുടെ കല്യാണം പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ നടന്നതെന്ന് പറഞ്ഞില്ലയോ? ഉവ്വ്. മാം ആണെങ്കിൽ ഡിവോഴ്സിൻ്റെ കാര്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞോ? ഞാൻ എന്തിനു വിളിച്ച് പറയണം? അല്ല, പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നുകൊണ്ട് വല്ല നിയമം അങ്ങനെ ഉണ്ടോ? കുട്ടിക്ക് ആരായി വിഡിതം പറഞ്ഞു തന്നത്? ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ആ പഠിക്കുന്ന കാര്യം മാത്രമേ അറിയത്തുള്ളൂ. ലോകവിവരം സീറോയാണ്. ഡിവോഴ്സ് എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണോ? അതിൽ അവർക്ക് റോളൊന്നുമില്ല. ഓക്കെ മാം, ഇപ്പം ബുദ്ധിമുട്ടിച്ചതിൽ സോറി മാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇപ്പം കണ്ടില്ലേ, വക്കീലൊന്നും അല്ല പറഞ്ഞത്. അങ്ങനെ ഒരു നിയമവും ഇല്ല. ആരായിരിക്കും എന്നാലും പറഞ്ഞത്? ഞാനും അത് ആലോചിക്കുന്നത്. എന്നാൽ ഗോവി പോലീസിനെ വിളിച്ച് അന്വേഷിച്ചാലോ? എന്നാൽ വേഗം വിളിക്ക് സുധീഷേ. എന്നാൽ എൻ്റെ ഒരു കാര്യമേ. അല്ലെങ്കിൽ ഇപ്പം വിളിക്കണ്ട. രാത്രി ആയില്ലേ, ഇത്രയും നേരമായി, ഉറങ്ങിക്കാണും. ഞാൻ രാവിലെ ആരാ പറഞ്ഞതെന്ന് നേരിട്ട് പോയി കണ്ട് ചോദിച്ചറിഞ്ഞോളാം. എന്താ പോരെയോ? നിധി, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യാനുണ്ട്. ഞാൻ കോൾ ചെയ്തിട്ട് വരട്ടെ? ഈ ഫോൺ എടുത്ത് ഗോവി പോലീസിനെ വിളിക്കുന്നു. സാറേ, ഞാൻ നിധിയാണ്. ഡിവോഴ്സിൻ്റെ കാര്യം വിളിച്ചു പറഞ്ഞത് ആരാണ്? സാറിനെ എനിക്ക് അത്യാവശ്യമായിട്ട് നാളെ ഒന്ന് കാണണമായിരുന്നല്ലോ. നാളെ എന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്ക്. പിന്നെ രാത്രിയാണ് കാണിക്കുന്നത്. സുധീഷ് അവിടെ എല്ലാം തൂത്തുവാരി ഡെസ്ക് കൊണ്ടുവച്ച് അതിനകത്ത് കേക്ക് കൊണ്ടുവച്ച് മെഴുകുതിരി എത്തിച്ച് കത്തിച്ചിട്ട് എല്ലാവരെയും വിളിക്കുന്നു. സുഭാഷ് ചേട്ടാ, എണീക്ക്. ആ സിമെൻറ്റ് ചാക്ക് എടുത്ത് അകത്ത് കൊണ്ടുവെക്കുക. സിമെൻറ്റ് ചാക്കൊക്കെ നാളെ എടുത്ത് വെക്കുക. സുഭാഷ് ചേട്ടാ, ഇങ്ങോട്ട് എണീക്ക്. സുഭാഷ് ചേട്ടാ, ഇവന്മാരെ ഞാൻ ഇങ്ങനെ ഉണർത്തും. അപ്പോൾ ഹരീഷിൻ്റെ കാലിൽ ഒരു ചവിട്ട് വെച്ച് കൊടുക്കുന്നു. ഹരീഷ് അയ്യോ എന്ന് പറഞ്ഞ് എണീക്കുന്നു. അയ്യോടാ, വാ വെക്കല്ലേടാ, പയ്യെ. മോനെ നികേഷ്, നീ എണീരടാ. ഈ സുധീഷേടെ നീ പാതിരാത്രിക്ക് എന്താണ്? നീ അങ്ങോട്ടൊന്ന് എണീറ്റ് നോക്ക്. എണീറ്റ് നോക്കുന്നു. ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ നിധിയുടെ ബർത്ത്ഡേ ആണ്. ഏട്ടത്തിയുടെ ബർത്ത്ഡേയോ? 12 മണിയാകുമ്പോൾ നിധിയെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യണം. ഓക്കെ. ഇതെങ്ങനെ സുധീഷേട്ടന് മനസ്സിലായി? ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയല്ലേ, അപ്പോൾ അതെനിക്ക് മനസ്സിലാവാതിരിക്കുമോ? പിറന്നാളായി ഏട്ടത്തി ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. നമ്മളായിട്ട് സർപ്രൈസ് കൊടുക്കുമല്ലേ. 12 മണി ആവാറായി. എണീക്ക്. അവർ എണീറ്റ് പോയി മോൻ കഴുന്ന് പാമടക്കി വെക്കുന്നു സുധീഷ്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. എന്നാൽ ഞാൻ പോയി ഏട്ടത്തി വിളിച്ചിട്ട് വരാം. നീ അവിടെ നിൽക്കുന്നു, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. നീയാ പോയി വിളിക്കുന്നതെങ്കിൽ നീയാ ഇതൊക്കെ ചെയ്തേന്നേ വിചാരിക്കത്തുള്ളൂ. ഇതെന്താ 2 കേക്ക്? ഗുഡ് ക്വസ്റ്റ്യനെ. ഇത് നമുക്കെല്ലാവർക്കും, ഇത് നിധിക്ക് വേണ്ടി മാത്രമുള്ളത്. അത് സ്പെഷ്യൽ കേക്കാണ്. ഡിയർ എന്ന് എഴുതിയിരിക്കുന്നതിനകത്ത് മൈ ഡിയർ എന്നും കൂടെ എഴുതിക്കൂടായിരുന്നു. അങ്ങനെ വിചാരിച്ചതാ, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. അതിനുള്ള ധൈര്യം വേണ്ടായ, അതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത്. കളിയാക്കണ്ടാടാ.
അതിനകത്തൊരു ഹാർട്ടിൻ്റെ അടയാളം വെച്ചിരിക്കുന്നത് അതിൻ്റെ ലവിൻ്റെ അടയാളമാണ്. അത് അവൾ മനസ്സിലാക്കണം. അതിനാണ്. വേഗം പോയി വിളിച്ചിട്ട് വാ, 12 മണി ആവാറായി. എന്നിട്ട് കേക്ക് മുറിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. എന്നാൽ ഞാൻ പോയി വിളിച്ചിട്ട് വരട്ടെ? നീ പോയി വിളിക്കണ്ട, അന്നത്തെ പോലെ പ്രശ്നമാണ്. ഞാൻ പോയി വിളിക്കാം. സുഭാഷ് ഏട്ടാ, ഞാൻ പോയി വിളിച്ചോളാം. എന്നാ ചെല്ല്, നീ പോയി വിളിച്ചിട്ട് വാ. നിധി, എന്താ വാതിൽ തുറക്കാമോ? എന്താ ഈ സമയത്ത്? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. സുധീഷിന് എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായി. താൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി വാ. ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറഞ്ഞ് അവരെല്ലാം പാട്ട് പാടുന്നു. ഇതെന്താ 2 കേക്ക്? ഇത് നമുക്കെല്ലാവരും കൂടെ കഴിക്കാം. ഇത് നിധിക്ക് വേണ്ടി മാത്രമുള്ളത്. ഇത് മുഴുവൻ നിധി കഴിക്കണം. എനിക്കോ? എനിക്ക് ഈ മുഴുവൻ കേക്കൊന്നും വേണ്ട. ഇത് ചെറിയ കേക്കല്ലയോ, നിധി കഴിക്കണം. നിധിക്ക് വണ്ണം വെക്കണം. സുധീഷേട്ടാ, ആ ഫോണൊന്ന് തരുമോ? വീഡിയോ എടുക്കാം. പിന്നെ ഞാൻ മുറിക്കട്ടെ? മുറിക്കുന്നു, കേക്ക് മുറിക്കുന്നു, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് മുറിക്കുന്നു. കേക്കിന് വേണ്ടി സുധീഷ് വാ തുറക്കുമ്പോൾ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. നികേഷിന് വായിലും കൊടുക്കുന്നുണ്ട്. അല്ല, ഇത് എപ്പോൾ വാങ്ങി വെച്ചതാണ്? ഞാൻ ഉറങ്ങിയപ്പോൾ വാങ്ങിച്ച് വെച്ചതാണോ? അല്ല, നേരത്തെ ഞാൻ വാങ്ങിച്ച് വെച്ചതാണ്. ഇപ്പം അകത്തുനിന്ന് എടുത്തിട്ട് വന്നതാണ്. ഇപ്പോഴത്തേന് അച്ഛൻ വരുന്നു. എന്താ ഒരു ബഹളം? ആരും ഉറങ്ങിയില്ലേ? ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. കേക്ക് കട്ട് ചെയ്യുവാണ്. ഓ, പിറന്നാളാന്നോ? എന്നാൽ ഞാനൊരു പാട്ട് പാടിത്തരട്ടെ? ആയിക്കോട്ടെ. കുഞ്ഞുവാ വയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, വാങ്ങി വെച്ചതെന്താണ്? തല്ലിപ്പൊളി ക്രീം കേക്ക്. എല്ലാവരും കൂടെ ചിരിക്കുന്നത്. എന്തിനാണ് ചിരിക്കുന്നത്? ബർത്ത്ഡേ അല്ലേ, ഒരു ഫണ്ണായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ. ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.